ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 16 മുതൽ 18 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 16-ാം സങ്കീർത്തനം 11-ാം വാക്യം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഇന്നത്തെ വായനാഭാഗത്തിൽ ഉൾപ്പെടുന്ന ഈ സങ്കീർത്തനങ്ങളും ദാവീദ് രചിച്ചതായി കരുതപ്പെടുന്നു. നമ്മുടെ അഭയകേന്ദ്രവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും വിജയവുമാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ 16-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിലുള്ള ആനന്ദവും 17-ാം സങ്കീർത്തനത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലെ പ്രാർത്ഥനയും 18-ൽ ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ചുള്ള സ്തോത്രഗീതവുമാണ് നാം കാണുന്നത്. ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്രയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ 16-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ ശരണമാക്കുന്ന ഒരു ഭക്തൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഭക്തൻ്റെ തൃപ്തികരമായ ജീവിതം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതിൻ്റെയോ അവ പരിഹരിക്കപ്പെട്ടതിൻ്റെയോ സന്തോഷമല്ല, മറിച്ച് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലുള്ള സമാധാനവും സന്തോഷവുമാണ് സങ്കീർത്തകനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 16-ാം സങ്കീർത്തനത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൽ നിന്ന് മാത്രമാണ് എന്ന് അവിടെ പറയുന്നു. താൻ ദൈവത്തിൻ്റെ ദാസനാകയാൽ തൻ്റെ ആവശ്യങ്ങൾ ദൈവത്താൽ നിറവേറ്റപ്പെടുമെന്ന് സങ്കീർത്തനക്കാരന് പൂർണ്ണ ബോധ്യവുമുണ്ട്. അതിനാൽ തൃപ്തികരമായി ജീവിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ തൃപ്തിയുള്ളവർക്കേ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് കഴിയൂ. നമ്മുടെ മുൻപിൽ എത്ര സമൃദ്ധി ഉണ്ടായാലും എത്ര നേട്ടങ്ങൾ കൈവരിച്ചാലും ഇത് മതി എന്ന് തീരുമാനിക്കുന്നവർക്കേ സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കൂ. സംതൃപ്തി ഇല്ലാത്ത ജീവിതം ഇന്ന് ആർത്തി സംസ്കാരങ്ങൾക്കാണ് മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ സങ്കീർത്തനക്കാരനെ പോലെ തൃപ്തികരമായി ജീവിതം സാധ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഭക്തൻ്റെ പ്രത്യാശാ നിർഭരമായ ജീവിതം. ഇവിടെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന്. പ്രത്യാശ നിർഭരമായ അനുഭവമാണ് നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ അവനിൽ വിശ്വസിക്കുന്ന നമുക്കും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ നിത്യതയ്ക്കായാണ് നാം ഒരുങ്ങേണ്ടത്. കാരണം മരണഭയത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വിടുവിച്ചിരിക്കുന്നു. അതിനാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു: ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന്. അതിനാൽ പരിപൂർണ തൃപ്തിയോടെ പ്രത്യാശ നിർഭരമായ അനുഭവത്തോടെ ഈ സങ്കീർത്തനക്കാരൻ തൻ്റെ ശിഷ്ടായുസ് ജീവിച്ച് തീർക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം നമ്മുടെ സുരക്ഷിതത്വം എവിടെയാണ് തിരയുന്നത്? നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത് എന്തിലാണ്? ന്യായവിധി എന്ന യാഥാർത്ഥ്യം ഓർത്തുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങുവാനും സംതൃപ്തമായി ജീവിതം നയിപ്പാനും ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാനും തൃപ്തികരമായി ഈ ലോകത്തിൽ ജീവിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.